ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനും അല്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവസാനം അവരുടെ നല്ലതായിരിക്കണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസ ജീവിതത്തെ ഒരു ഓട്ടക്കാരനോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാകുന്നു, വിരുദു പ്രാപിക്കുന്നവർ ചുരുക്കം. അപ്പോൾ വിരുദു പ്രാപിക്കുക എന്നുള്ളത് നല്ല വണ്ണം ഫിനിഷ് ചെയ്തു അവനാണ് വിരുദു ലഭിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയ്ക്ക് ദൂത് പറയുമ്പോൾ ഓരോ സഭയോടും ദൂത് പറഞ്ഞ് നിർത്തുന്നത് ഇങ്ങനെയാണ്: ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാൻ കൊടുക്കും. അപ്പോൾ ജയിക്കുന്നവൻ എന്നുള്ളതാണ്. അപ്പോൾ തുടക്കം നല്ലതായിരിക്കാം. അവിടെ എഫെസോസിലെ സഭയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നല്ല തുടക്കമായിരുന്നു, പക്ഷേ ആദ്യ സ്നേഹം നിനക്കുണ്ടായിരുന്നു, നല്ല ആരംഭമായിരുന്നു, പക്ഷേങ്കിൽ ഇടയ്ക്ക് പ്രൈസ് ദി ലോർഡ് ആദ്യ സ്നേഹമൊക്കെ വിട്ടുപോയി. അപ്പം നോക്കണം, തുടക്കം നല്ലതായിരുന്നുവെങ്കിലും ഇടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നിട്ട് ഉപദേശം കൊടുക്കുന്നത് ജയിക്കണം, അവസാനം നല്ലതായിരിക്കണം. രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. അപ്പൊ ഇടയ്ക്ക് വെച്ച് സഹനം മടുത്ത് അല്ലെങ്കിൽ സഹിക്കുവാൻ കഴിവില്ലാതെ വിട്ടുപോകുന്ന ആളുകളുണ്ട്. പൗലോസ് എത്രയോ ആളുകളെ കുറിച്ച് പറയുന്നു: അവർ ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടുപോയി. തുടക്കം അവരുടെയൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ഇടയ്ക്ക് ലോകസ്നേഹം അവരെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ധ്യാനചിന്തയ്ക്ക് വേണ്ടി എടുത്തത് സ്തോത്രം. അപ്പോൾ അവസാനത്തോളം ഇയ്യോബ് സഹിഷ്ണുത കാത്തു. ആ സഹിഷ്ണുതയിൽ തന്നെ താൻ തുടർന്നു എന്നുള്ളതാണ് കർത്താവ് അവന് നല്ല ഒരു അവസാനം കൊടുത്തത്. അപ്പം യോബിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം നമുക്കറിയാം, അനുഗ്രഹീതമായൊരു തുടക്കമായിരുന്നു. 1-ാം അധ്യായം ഏറ്റവും ശ്രേഷ്ഠമായ യോബ് സമ്പത്തിൽ, പുത്രത്വത്തിൽ, കുടുംബജീവിതത്തിൽ, സോഷ്യൽ അല്ലെങ്കിൽ ആ സമൂഹത്തിലൊക്കെ ഉന്നത നിലവാരം പുലർത്തിയ യോബ് തൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വീണു. എന്നാൽ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് യോബിൻ്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം പുതിയൊരു ഘട്ടം കാണുന്നത്. എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൽ ശരീരത്തിൻ്റെ ക്ലേശം, തൻ്റെ തലമുറ നഷ്ടപ്പെടുന്നു, സാമൂഹിക ജീവിതത്തിലെ തനിക്ക് കിട്ടിയ ഔന്നത്യങ്ങൾ നഷ്ടപ്പെടുന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള സഹിഷ്ണുതയോടെ, ആ ദീർഘക്ഷമയോടെ കർത്താവിൻ്റെ ആ സ്തോത്രം പ്രവർത്തിക്കായി അവൻ കാത്തിരുന്നു എന്നുള്ളതാണ് കർത്താവിന് നല്ല അവസാനം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ യോബിന്റെ ജീവിതത്തിന്റെ നല്ല അവസാനം നമുക്കറിയാം. ഹല്ലേലൂയ. ഇരട്ടി സ്തോത്രം സമ്പത്തിന്റെ ഉടമയായ സ്തോത്രം, തലമുറകൾ മടക്കി ലഭിച്ച ഹല്ലേലൂയ സ്തോത്രം, തൻ്റെ സോഷ്യൽ നിലവാരത്തിൽ തനിക്കുണ്ടായിരുന്ന ഔന്നത്യങ്ങൾ മടക്കി കിട്ടിയ, എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട നല്ലൊരവസാനം യോബിന്റെ ജീവിതത്തിൽ
കർത്താവ് വരുത്തിയെന്ന്. ഇയ്യോബ് വരുത്തിയെന്നല്ല, ഇയ്യോബ് ചെയ്തത് താൻ കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തിക്കായി കാത്തിരുന്നു എന്ന്. ഇവിടെ ഈ യാക്കോബ് ഇത് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ കുറിച്ച്. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾ സ്തോത്രം ഇയ്യോബിനെ പോലെ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാരെ നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു. അവർ കഷ്ടാനുഭവങ്ങളിൽ പോയപ്പോഴും അവർ ദൈവത്തിനു വേണ്ടി നിലനിന്നു എന്നുള്ളത് പ്രവാചകന്മാരെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ദൃഷ്ടാന്തമായിരിക്കുന്നു. കഷ്ടതയ്ക്ക്, ദീർഘക്ഷമയ്ക്ക് ഒക്കെ ഉദാഹരണം. അതുപോലെ യാക്കോബിവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ് സ്തോത്രം, ഒരു കൃഷിക്കാരൻ ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, സ്തോത്രം നല്ല മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, അതുപോലെ ഹല്ലേലൂയ നാമും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. അപ്പം ആ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടണമെങ്കിൽ നല്ലൊരവസാനം ഉള്ളവർക്ക് മാത്രമേ, എന്ന് വെച്ചാൽ അവസാനത്തോളം വിശ്വാസം കാത്തിരിക്കുന്നവർക്ക് മാത്രമേ, അവസാനത്തോളം വിശ്വാസം സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അവസാനത്തോളം ദീർഘക്ഷമയോടെ കർത്താവിൻ്റെ ആ ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തത്തിനു വേണ്ടി നിലനിൽക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുന്നുള്ളതാണ് യാക്കോബ് പറയുന്നത്. അതിനാണ് ഇയ്യോബിൻ്റെ ജീവിതം നമുക്ക് ഉദാഹരിച്ച് യാക്കോബ് പറയുവാനിടയായിത്തീരുന്നു. ദൈവമക്കളെ സ്തോത്രം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അപ്പം ആരംഭം ഓർത്തല്ല, അവസാനം ഓർത്ത് അവരെ അനുകരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിന് നമ്മോട് പറയുവാനുള്ളത്, നല്ലൊരവസാനം നമുക്കുണ്ടാകണം. അത് കർത്താവ് നമുക്ക് വേണ്ടി വരുത്തും. പക്ഷേ നാം ഹല്ലേലൂയ ആ അവസാനത്തോളം വിശ്വാസം കാക്കുന്നവരായി, പ്രത്യാശ കാക്കുന്നവരായി, ഹല്ലേലൂയ ഒരു കൃഷിക്കാരൻ തൻ്റെ ഫലത്തിനു വേണ്ടി ഹല്ലേലൂയ സ്തോത്രം കാത്തിരിക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ് മഴയ്ക്ക് വേണ്ടി ഹല്ലേലൂയ മുൻമഴയ്ക്കും പിൻമഴയ്ക്കായി വിത്തിട്ട് കാത്തിരിക്കുന്നത് പോലെ അവസാനത്തോളം നാം കാത്തിരിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ കാത്തിരിക്കാത്ത എത്രയോ ആളുകളെ ബൈബിൾ കാണുവാനായിട്ട് കഴിയും. ഒരു ശൗലിനെ നമുക്കറിയാം. അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ സ്തോത്രം പ്രശ്നം, ശമൂവേൽ വരുവാൻ ഒരല്പം താമസിച്ചപ്പോൾ താൻ തന്നെത്താനെ യാഗം കഴിച്ചതായിട്ട് കാണുന്നു. സ്തോത്രം. അപ്പോൾ ഫെലിസ്തീനുമായി യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോകുമ്പോൾ ഒരു യാഗാർപ്പണത്തിന് വേണ്ടി ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ കാത്തിരിക്കുന്ന ശമൂവേൽ വരുവാൻ അല്പം താമസിച്ചപ്പോൾ സ്വയം യാഗം കഴിക്കുന്നു. അപ്പോൾ നാം അവസാനത്തോളം കാത്തിരുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ആ കർത്താവ് വരുത്തുന്ന നല്ല അവസാനമായ അനുഗ്രഹം ലഭിക്കാതെ പോകും എന്നൊരു തിരിച്ചറിവ് ഈ പ്രഭാതത്തിൽ നമുക്കുണ്ടാകും. കാനാവിലെ കല്യാണ വീട്ടിൽ ആ വിരുന്നുവാഴി അല്ലെങ്കിൽ ആ വിരുന്ന് സ്തോത്രം നടത്തുന്ന മേലധികാരിയായ ആൾ, അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവ് ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ആ വീഞ്ഞ് ആ ശുശ്രൂഷകന്മാർ വിരുന്നുവാഴിയുടെ അടുക്കൽ കൊണ്ടു കൊടുക്കുമ്പോൾ രുചിക്കുന്നുണ്ട്. വിരുന്നുവാഴി അത് രുചിച്ചിട്ട് ഈ വീട്ടുകാരനോട് പറയുന്നു, ഇത്രയും വീര്യമുള്ളത് നീ അവസാനത്തോളം സൂക്ഷിച്ചു വച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. സാധാരണ എല്ലാവരും വീര്യമുള്ളത് ആദ്യം കൊടുക്കും, പിന്നീട് എളുപ്പമായത് കൊടുക്കും. പക്ഷെ നീ വീര്യമുള്ളത് അവസാനത്തോളം കാത്തു സൂക്ഷിച്ചു. അതിൻ്റെ അർത്ഥം ഇവിടെ ഹല്ലേലൂയ ഇതിനോട് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ അവസാനം വരെ ആ വീര്യം കാത്തു സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. അവസാനം വരെ കർത്താവ് ഹല്ലേലൂയ തന്നിരിക്കുന്ന ആ പ്രത്യാശയും വിശ്വാസവും പ്രൈസ് ദി ലോർഡ് നമ്മൾ കാത്തു സൂക്ഷിക്കുക. ഇടയ്ക്ക് വെച്ച് ഹല്ലേലൂയ പിന്മാറിപ്പോകുന്ന
ആളുകളായി നിൽക്കാതിരിക്കുക. ഈ പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, അതിനായി നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം. നല്ലൊരവസാനം, സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, 7 സഭകളെക്കുറിച്ച് എഴുതുമ്പോൾ പറയുന്നത് അവസാനത്തോളം നിൽക്കണം, ജയിക്കണം. ഹല്ലേലൂയ. ഓട്ടക്കാരൻ പ്രൈസിൽ ഒത്തിരി പേര് ഓടാനിറങ്ങും, പക്ഷേ വിജയിയായി അവസാനം വിജയിയാകുന്നവന് മാത്രമേ ആ കിരീടം ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമുക്ക്, ഹല്ലേലൂയ, അനുഗ്രഹീതമായൊരു അവസാനം കാത്തിരിക്കുക, നമുക്ക് വേണ്ടി തരുവാൻ ശ്രേഷ്ഠമേറിയത് പ്രതിഫലവും, ഹല്ലേലൂയ, കൂലിയും ഒക്കെ തരുവാൻ കാത്തിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് സ്തോത്രം തള്ളിക്കളഞ്ഞ്, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനെ തള്ളിക്കളഞ്ഞ്, വിശ്വാസം തള്ളിക്കളഞ്ഞ്, പ്രത്യാശ തള്ളിക്കളഞ്ഞ് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ലയിച്ച് പോകരുത് എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ ദൈവജനവുമായി പറയുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത. അതുകൊണ്ട് തുടക്കക്കാർ ഒത്തിരി പേരുണ്ടാകാം, എന്നാൽ നല്ലൊരവസാനം കർത്താവ് നമുക്ക് തരുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ചിലപ്പോഴൊക്കെ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാനും ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ചിലപ്പോഴൊക്കെ മൗനമായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പാസ്റ്ററെ, ഈ വ്യക്തി തുടക്കം നല്ലതായിരുന്നില്ലേ? ആയിരക്കണക്കിന് ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് അത് ശക്തമായി ഉപയോഗിച്ച ആളല്ലേ, പക്ഷേ ഇന്ന് എന്തു പറ്റി എന്ന് ചോദിക്കുന്ന അനേക ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവമക്കളെ, സ്തോത്രം, അവരൊക്കെ നമുക്ക് ദൃഷ്ടാന്തമാണ്, അവരൊക്കെ നമുക്ക് ഉദാഹരണമാണ്. എന്തിൻ്റെ ഉദാഹരണമാണെന്നറിയാമോ? അവരൊക്കെ നല്ല തുടക്കക്കാരായിരുന്നു. നാം അവരെ വിമർശിക്കുന്നതിനേക്കാൾ ഉപരി അവർ നമുക്കൊരു, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ഉദാഹരണമായി നിൽക്കട്ടെ. നാം അവരെ പോലെ ആകാതെ, ഹല്ലേലൂയ, നല്ലൊരു അവസാനം, അതെ, കർത്താവ് നമുക്ക് വരുത്തുന്ന നല്ല അവസാനത്തിന് വേണ്ടി കാത്തിരിക്കാം. ഹല്ലേലൂയ. വീര്യമുള്ള വീഞ്ഞ് അവസാനത്തോളം നീ കാത്തല്ലോ എന്ന് വിരുന്നുവാഴി വീട്ടുടയവനോട് പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം വീര്യമുള്ളത് അവസാനത്തോളം ആ വീര്യം സൂക്ഷിക്കുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരവസാനം കർത്താവ് നമുക്ക് വരുത്തട്ടെ. അതിനായി ഈ വചനചിന്തകൾ നമുക്കിടയാകട്ടെ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളല്ലോ. അവസാനത്തോളം കർത്താവേ, ഹല്ലേലൂയ, സഹിഷ്ണുത കാത്ത യോബിന് മാത്രമാണ് കർത്താവേ നല്ലൊരവസാനം കിട്ടിയത്. അതേ കർത്താവേ, ഒത്തിരി പേര് ഓട്ടക്കളത്തിലൂടി, പക്ഷേ വിരുത് ചിലർക്ക് മാത്രമേ ലഭിച്ചുള്ളല്ലോ. അതേ കർത്താവേ, അങ്ങ് വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയെക്കുറിച്ച് ദൂത് കൊടുക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇതാ ഞാൻ വേഗം വരുന്നുവെന്നും നിനക്കുള്ളത് നീ പിടിക്കണമെന്നും, അതേ, ഹല്ലേലൂയ, ജയിക്കുന്നവന് മാത്രമേ ഞാൻ, ഹല്ലേലൂയ, എൻ്റെ, ഹല്ലേലൂയ, പ്രതിഫലവും ഞാൻ വെച്ച സ്ഥലത്തേക്കും കയറ്റുകയുള്ളൂ എന്നും ഒക്കെ പറഞ്ഞ് കർത്താവെ അവരെ പ്രബോധിപ്പിക്കുമ്പോൾ, ഇതൊക്കെ ഞങ്ങൾ ഈ പകൽക്കാലം കേൾക്കുന്നത്, കർത്താവെ, അവസാനത്തോളം വീര്യത്തോടെ നിൽക്കുവാൻ ഈ വചനങ്ങൾ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അവരൊക്കെ ഒരു ദൃഷ്ടാന്തമായി, ഒരു ഉദാഹരണമായി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഏതിൽ നിന്നെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരുവാനും ഈ വചനം ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ നല്ലൊരവസാനം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വരുത്തുന്നുണ്ട്. അതിൽ തന്നെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രേഷ്ഠമേറിയത്, ഹല്ലേലൂയ, ശോഭയേറിയത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചത് ഞങ്ങൾക്ക് ലഭിക്കുവാൻ, അതിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ ജനത്തെ ഈ വചനം വെച്ച് അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ, സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെടുന്ന ദിനം, ദിവദിനത്തിനട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.